നമസ്കാരം. 1200 ആണ്ട് വിഷു വർഷം എങ്ങനെയാണെന്ന് ചിത്തിര നക്ഷത്രക്കാർക്ക് എന്ന് നമുക്ക് നോക്കാം. മടി, അലസത ഇവയൊക്കെ ഒഴിവാക്കി കൂടുതൽ ഊർജ്ജസ്വലതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഈ ഒരു വർഷം ഉന്മേഷത്തോടെ പ്രവർത്തിക്കുകയാണെങ്കിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു വർഷം തന്നെയാണ്. പല വിധത്തിലുള്ള നേട്ടങ്ങളും നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ ആത്മാർത്ഥതയും സംതൃപ്തിയോടുള്ള കർമ്മരംഗത്തുള്ള പ്രവർത്തനം മൂലം കേസ്, കോടതി വ്യവഹാരം ഇതൊക്കെ ഉള്ളവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം വരുന്നതാണ്. നേതൃത്വ രംഗത്ത് പ്രവർത്തിക്കുന്ന നേതാക്കന്മാർക്കാണെങ്കിലും സാമൂഹിക രംഗത്തുള്ളവർക്കാണെങ്കിലും പ്രശസ്തി, അംഗീകാരവും കൈവരിക്കാൻ കഴിയുന്നതാണ്. ദാമ്പത്യ സുഖം കൈവരിക്കുന്നതാണ്. പുതിയ ഗൃഹം പണികഴിപ്പിക്കാൻ താമസയോഗ്യമാകുന്നതാണ്. വിവാഹം കാത്തിരിക്കുന്ന യുവജനങ്ങൾക്ക് വിവാഹയോഗം വന്നു ചേരുന്നുണ്ട്. ബിസിനസ്സുകാർക്ക് സാമ്പത്തിക നില ഉയർച്ചയിലെത്തുന്നതാണ്. ഭദ്രകാളിക്ക് ഇടിച്ചു പിഴിഞ്ഞ പായസം, അതുപോലെ തന്നെ ഗുരുതി പുഷ്പാഞ്ജലി ഇവ നേദിക്കുന്നതും ഭദ്രകാളിക്ക് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുന്നതും നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള ദോഷ ശാന്തി കർമ്മങ്ങളാണ്.